ഹൃതികയ്ക്ക് ഫിസിക്സിന്റെ പേപ്പറല്ലേ പോയത്? അതെ. ഇത്തവണയും എക്സാം ദിവസം സബ്ജക്റ്റ് മാറിപ്പോവില്ലല്ലോ അല്ലേ? രാജു, ഹൃതിക മിടുക്കി കുട്ടിയാ. അത്യാവശ്യം പഠിക്കുകയും ചെയ്യും. പക്ഷേ ഹൃതികയുടെ മനസ്സിൽ എപ്പോഴും ഓരോ ചിന്തകളാ, പിന്നെ അനാവശ്യമായ ഭയവും. അതാണ് ഹൃതിക മാറ്റിയെടുക്കേണ്ടത്. എല്ലാം ശരിയാവും. ഓൾ ദി ബെസ്റ്റ് ഹൃതിക. താങ്ക് യു സർ. ആ, വേണി സാർ എന്നെ കളിയാക്കിയപ്പോ രാജു എന്തിനാ ചിരിച്ചത്? ഞാൻ ചിരിച്ചെന്നോ? ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല. ഹൃതിക മാഡത്തിന് അങ്ങനെ തോന്നുന്നതാ. കളിയാക്കി ചിരിച്ചിട്ട് ഇല്ലാന്ന് നോണ പറയുന്നോ? എങ്ങനെ ചിരിക്കാതിരിക്കും മാഡം? അന്ന് ആ എക്സാം ദിവസം ഞാൻ എത്ര തവണ മാഡത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. എന്നെ കൊണ്ട് അതിനെ സമ്മതിച്ചോ? അന്ന് ഞാൻ പറഞ്ഞത് കേൾക്കാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് മാഡത്തിന് ഈ അവസ്ഥ വരുമായിരുന്നോ? എന്നെ കൊണ്ട് അതൊന്നും ആലോചിപ്പിക്കല്ലേ. ആ നശിച്ച ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ തല പുകയും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് വാ തുറന്ന് പറയണം. അല്ലതെ പാതി വഴിയിൽ വിഴുങ്ങല്ല വേണ്ടത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ മിണ്ടാതെ എന്റെ കൂടെ വരാനാണെങ്കിൽ വന്നാ മതി. അല്ലെങ്കിൽ ഞാൻ തനിയെ പോയി ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്തോളാം. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല മാഡം. എങ്കി നടന്നോ. മാഡം, ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു, ഫീസും അടച്ചു. ഇനി പഠിച്ച് എക്സാം എഴുതിയാ മതി. അതൊക്കെ ഞാൻ പഠിച്ചോളാം. ഗുരുദക്ഷിണ നൽകേണ്ടി വരും. ഗുരു ആരായാലും ദക്ഷിണ വച്ച് പഠനം തുടങ്ങേണ്ടത് അതൊരു വിദ്യാർത്ഥിയുടെ കടമയാ. അതില് ഒരു തെറ്റും കാണുന്നില്ല. രാജുവിന് ഗുരുദക്ഷിണ തരാൻ എനിക്കൊരു മടിയുമില്ല. അയ്യോ മാഡം, ഞാനൊരു തമാശ പറഞ്ഞതാ. എനിക്ക് അങ്ങനെ മാഡം ദക്ഷിണ ഒന്നും തരണ്ട. മാഡത്തിന് എക്സാമിന് ജയിപ്പിക്കേണ്ടത് എന്റെ കടമയാ. ആണോ? എങ്കി ഇയാൾക്ക് ദക്ഷിണ തരാമെന്ന് ഞാനും തമാശ പറഞ്ഞതാ. അല്ല, ഇയാൾക്ക് ദക്ഷിണ മാത്രം മതിയോ അതോ ട്യൂഷൻ ഫീസും വേണോ? എന്റെ പൊന്ന് മാഡം, എനിക്ക് ഒന്നും വേണ്ട. മാഡം എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് പാസ്സായാ മതി. ഇതെന്താ രാജു? ഇന്നിവിടെ ഒരു പ്രസംഗ മത്സരം നടക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്താ മാഡത്തിന് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാം. പ്രസംഗ മത്സരത്തിനോ? ഞാനിന്ന് കോളേജിലേക്ക് വന്നതേ എന്റെ ഫെയിലായ സബ്ജക്റ്റിന് റീ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കാനാ, അല്ലാതെ പ്രസംഗ മത്സരത്തിനല്ല. രാജു പോയി പണി നോക്ക്. മാഡം ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേക്ക്. എടുത്ത് ചാടല്ലേ മാഡം. ഇത് മാഡത്തിന് ഗുണമുള്ള കാര്യ. എന്ത് ഗുണമുള്ള കാര്യമാണെങ്കിലും വേണ്ട. എനിക്ക് സ്റ്റേജിന്റെ മുകളിൽ കയറി മൈക്ക് കയ്യിൽ പിടിക്കുമ്പോഴേ വരയ്ക്കാൻ തുടങ്ങും. എന്നോടാ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ പറയുന്നത്. നല്ല കഥയായി. ഇതാണ് മാഡത്തിന്റെ പ്രശ്നം. മാഡത്തിനൊരു കോൺഫിഡൻസ് ഇല്ല. ജീവിതത്തിൽ നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കണം മാഡം. അത് മാത്രമല്ല, ഇന്ന് ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ആരെന്നറിയോ? വർമ്മ സാറ്. അച്ഛനോ? അതെ. അതെന്താ രാജു എന്നോട് അച്ഛൻ വരുന്നുണ്ടെന്ന കാര്യം ആദ്യമേ പറയാതിരുന്നത്? വർമ്മ സാറ് വരുന്നുണ്ടെന്ന കാര്യം പറഞ്ഞ് മാഡത്തിന് വെറുതെ ടെൻഷൻ അടുപ്പിക്കണ്ടെന്ന് കരുതി. എന്നാ പിന്നെ വേഗം ഫോമിങ് താ, ഞാൻ ഫില്ല് ചെയ്ത് തരാം. ലാസ്റ്റ് ഒപ്പണേ. ഒരുപാട് സ്വപ്നങ്ങളോടെ, വളരെയേറെ പ്രതീക്ഷകളോടെ ഈ കലാലയത്തിലേക്ക് ഇന്ന് കാലെടുത്തു വെച്ച വിദ്യാർത്ഥികൾക്കും ഈ കലാലയത്തിൽ വിദ്യ അഭ്യസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യമേ തന്നെ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മളിവിടെ ഒന്നുചേർന്നിരിക്കുന്നത് നമ്മുടെ കോളേജിലേക്ക് പുതിയതായി ജോയിൻ ചെയ്ത കുട്ടികളെ പരിചയപ്പെടുന്നതിനും ഈ കോളേജിൽ നിലവിൽ വിദ്യാർത്ഥികളായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും കഴിവുകൾ പ്രകടിപ്പിക്കാനുമാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ പ്രതാപ് വർമ്മ സാർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ക്യാമ്പസിലേക്ക് എത്തുന്നതാണ്.
എങ്കിൽ സമയം വൈകിക്കാതെ നമുക്ക് പ്രസംഗ മത്സരത്തിലേക്ക് കടക്കാം. ഈ പ്രസംഗ മത്സരം നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രസംഗം പറയുന്ന രീതിയിലല്ല. ഞങ്ങളിവിടെ നിങ്ങൾക്കൊരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ മനസ്സിലെ ഓർമ്മകളും ചിന്തകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. ഒരു പ്രസംഗം പോലെ. വെൽക്കം സർ. താങ്ക് യു. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രസംഗ മത്സരത്തിന്റെ ടോപ്പിക് ഇതാണ്: അച്ഛൻ. അപ്പോൾ ആദ്യം ആരാണ് അച്ഛൻ എന്ന ടോപ്പിക്കിൽ പ്രസംഗിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്വേത ഭാസ്കർ. എന്റെ പേര് ശ്വേത ഭാസ്കർ. ഞാൻ ഇവിടെ ചെറുവള്ളി പ്രോഗ്രാം തുടങ്ങി തോന്നുന്നല്ലോ. അതെ സർ, ദേ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ജോയിൻ ചെയ്തിരിക്കുന്നത്. രാജു, അച്ഛനെ ഇതുവരെ കാണുന്നില്ലല്ലോ. പ്രോഗ്രാം തുടങ്ങി. ഇനി അച്ഛൻ വരാതിരിക്കോ? വർമ്മ സാറ് കോളേജ് ക്യാമ്പസിലെത്തേണ്ട സമയമായി. മാഡം ധൈര്യമായിട്ടിരിക്കെ, സാറ് വന്നോണം. പ്രസംഗ മത്സരം എന്ന് പറഞ്ഞപ്പോ ഒരുപാട് വിഷയങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങളൊക്കെ ഞാൻ ഇരുന്ന് പഠിച്ചു. പക്ഷെ അച്ഛൻ എന്ന സബ്ജക്റ്റ് വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്റെ അച്ഛനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്റെ അമ്മ തരുന്നതിനേക്കാൾ കൂടുതൽ പോക്കറ്റ് മണി തരുന്നത് എന്റെ അച്ഛനാണ്. അമ്മ എന്നെ ട്രെൻഡിയായി വസ്ത്രം ധരിക്കാനൊന്നും സമ്മതിക്കാറില്ല. അതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ അച്ഛനാണ്. രാജു, ഇനി അടുത്തത് ഞാനായിരിക്കോ? എനിക്ക് വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ട്. മാഡം എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഞാനൊട്ടും പ്രിപ്പയർഡ് അല്ലല്ലോ രാജു, അതാ എന്റെ പേടി. പിന്നെ എന്റെ അച്ഛൻ എന്റെ ജീവനാണ്. എന്നെ ടൂറിന് വിടുന്നതും എനിക്ക് സിനിമ കാണാൻ കാശ് തരുന്നതും ഒക്കെ എന്റെ അച്ഛനാണ്. പ്രസംഗം പറയൂന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് മുന്നോട്ട് വന്നത് മാഡം അല്ലേ? മാഡത്തിനെ കൊണ്ട് ഇത് സാധിക്കും. അച്ഛൻ എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കല്ലല്ലോ മാഡം, അതൊരു വികാരമല്ലേ? അച്ഛൻ എന്ന് കേൾക്കുമ്പോ മാഡത്തിന് എന്താണ് ഓർമ്മ വരുന്നത് അതങ്ങ് ധൈര്യമായിട്ട് പറഞ്ഞാൽ മതി. ധൈര്യമായിട്ട് പറയും മാഡം. ചുറ്റിന് ആരുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നങ്ങ് സങ്കല്പിക്കണം. അങ്ങനെ ചെയ്താ മാഡം തന്നെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കും, എനിക്കുറപ്പാ. അങ്ങനെ ചെയ്യല്ലേ? ധൈര്യമായിട്ട് ചെയ്യാം. ഒരു അടിപൊളി പ്രസംഗം അങ്ങ് പ്രസന്റ് ചെയ്യും മാഡം. ബി കോൺഫിഡന്റ്. അപ്പോ ഇതൊക്കെയാണ് അച്ഛനെ കുറിച്ചുള്ള എന്റെ ഓർമ്മകൾ. അടുത്തത് ആരാണെന്ന് നമുക്ക് നോക്കാം. അച്ഛൻ എന്ന ടോപ്പിക്കിൽ അടുത്തതായി പ്രസംഗം അവതരിപ്പിക്കാൻ പോകുന്നത് ഋതിക വർമ്മ. ഋതിക മാഡം പറഞ്ഞതുപോലെ മാഡത്തിന്റെ പേര് തന്നെയാണല്ലോ വിളിച്ചത്. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഓൾ ദി ബെസ്റ്റ്. ചെല്ലും മാഡം. അച്ഛൻ എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കല്ലല്ലോ മാഡം, അതൊരു വികാരമല്ലേ? അച്ഛൻ എന്ന് കേൾക്കുമ്പോ മാഡത്തിന് എന്താണ് ഓർമ്മ വരുന്നത് അതങ്ങ് ധൈര്യമായിട്ട് പറഞ്ഞാൽ മതി. ചുറ്റിന് ആരുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നങ്ങ് സങ്കല്പിക്കണം. അച്ഛൻ, അച്ഛൻ, വാക്കുകളാൽ വർണ്ണിച്ച് തീരാനാവാത്ത, അണയാത്ത ഒരു തിരിനാളം പോലെ ഇന്നും എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന, ഞാൻ എന്നും ഉരുവിടുന്ന പവിത്രമായ വാക്ക് അച്ഛൻ. കുഞ്ഞിക്കാലുകൾ കൊണ്ട്
ഞാൻ പിച്ച വെച്ച് നടക്കുമ്പോ കാലിടറി ഞാൻ വീഴാതെ കൈത്താങ്ങായി എന്നെ ആദ്യ അക്ഷരം കുറിപ്പിച്ചു. അവസാന ശ്വാസം വരെ എന്റെ കുഞ്ഞിളം കൈ ചേർത്ത് പിടിച്ച ആ കൈകൾ എന്റെ കൂടെ ഉണ്ടാവണം. അതായിരിക്കും ജീവിതത്തിൽ എന്നെ മുന്നിലേക്ക് നയിക്കുന്ന ദീപം. അച്ഛന്റെ നെഞ്ചിലെ ഇളം ചൂടേറ്റ് ഞാൻ വർണ്ണ ചിത്രശലഭങ്ങളെ സ്വപ്നം കണ്ട് മയങ്ങിയിരുന്നു. സ്നേഹമാവുന്ന പവിഴങ്ങളും രത്നങ്ങളും താരാട്ടായി തലോടിയിരുന്നു. അച്ഛൻ അകലെയാണെങ്കിൽ കാണാൻ കൊതിക്കുമ്പോ നല്ല കേട്ടുപരിചയുള്ള ശബ്ദം. ആരാണ് ആ കുട്ടി? എത്ര മനോഹരമായിട്ടാ ആ കുട്ടി അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്റെ അച്ഛന്റെ മുഖം നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് അല്ലേ സർ? എല്ലാവരുടെയും കഴിവുകൾ ഞങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഗുഡ്. എന്റെ അച്ഛൻ അച്ഛന്റെ അരികിൽ എന്നും ഈ പൊന്നുമോളുണ്ടാവും. അച്ഛനാണോ ജീവനാണോ വലുതെന്ന് എന്നോട് ചോദിച്ച ഒട്ടും മടിക്കാതെ ഈ മകള് പറയും, എനിക്ക് എന്റെ ജീവനേക്കാൾ വലുത് എന്റെ അച്ഛനാണെന്ന്. നന്ദി, നമസ്കാരം. വരൂ സർ. ഇരിക്കൂ സർ. ഇരിക്കൂ. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ പ്രതാപവർമ്മ സാറിനെ ഈ കോളേജ് ക്യാമ്പസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടു വാക്ക് സംസാരിക്കാനായി ഞാൻ പ്രതാപവർമ്മ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനിയായ പ്രിൻസിപ്പൽ, അധ്യാപകരെ, ഈ കോളേജിലെ വിദ്യാർത്ഥികളെ, നവാഗതരായ പുതിയ വിദ്യാർത്ഥിനികളെ, നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് എനിക്ക് നൽകുന്ന ഈ നിറഞ്ഞ കയ്യടികളാണ് എന്റെ ശക്തി. എന്റെ കർമ്മമേഖലയിൽ ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമായാണ് ഞാൻ ഈ കയ്യടികളെ കാണുന്നത്. കോളേജ് രാഷ്ട്രീയത്തിൽ നിന്നായിരുന്നു എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. കലാലയ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് അതൊരു മറക്കാനാവാത്ത അനുഭവമാണ്. നിങ്ങളെല്ലാവരും അത് ആസ്വദിച്ച് പഠനവും കലയും കായിക മേഖലയും എല്ലാം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ഭാവി മികച്ചതാക്കണം. പഠിക്കുക, വളരുക. നാളെകൾ നിങ്ങളുടേതാണ്. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സർ, ഇവിടെ നടന്ന പ്രസംഗ മത്സരത്തിലെ വിജയിക്ക് സമ്മാനം നൽകിയിട്ട് സാറിനെ ഞങ്ങൾ പോകാൻ അനുവദിക്കും. വിത്ത് യുവർ പെർമിഷൻ. പറ്റില്ലെന്ന് പറയരുത്. ഷുവർ. താങ്ക് യു സർ. ഇവിടെ നടന്ന പ്രസംഗ മത്സരത്തിന്റെ റിസൾട്ട് ഇപ്പോ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ആ ഭാഗ്യശാലി ആരാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. മാഡം തന്നെ ആയിരിക്കും വിന്നർ. ഒന്ന് പോ രാജു. എന്നെക്കാളും നന്നായി എത്ര കുട്ടികൾ പ്രസംഗിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാഡത്തിന്റെ പ്രസംഗം.
പിന്നെ എന്ന് പറഞ്ഞ രാജു അല്ലേ ജഡ്ജ്? പ്രസംഗം പറഞ്ഞു തീർക്കാൻ ആയല്ലോ എന്ന ആശ്വാസത്തില ഞാൻ. ഋതിക വർമ്മ. കൺഗ്രാറ്റ്സ് മാഡം. ഞാൻ പറഞ്ഞില്ലേ മാഡം, വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്ക്. ചെല്ലും മാഡം. താങ്ക് യു. താങ്ക്സ് രാജു. എന്നോട് എന്തിനാ മാഡം താങ്ക്സ് പറയുന്ന? മാഡത്തിന്റെ സ്പീച്ചിലാണ് സമ്മാനം കിട്ടിയത്. ഇത് മാഡത്തിനുള്ള അംഗീകാര. കൺഗ്രാറ്റ്സ്. ശരിക്കും ഞാൻ എത്ര സന്തോഷവതിയാണെന്ന് രാജൻ അറിയാമോ? എനിക്കിത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. മാഡത്തിനെ ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം. അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ വരട്ടെ മാഡം. ഈ രാജ് കൂടെ ഉള്ളപ്പോ മാഡത്തിന് ഇതിലും മികച്ച ദിവസങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഓ, അപ്പോഴേക്ക് അഹങ്കാരായോ? എന്ത്? എനിക്ക് അഹങ്കരിക്കാൻ പാടില്ലേ? വർമ്മ സാറിന്റെ കയ്യിന്ന് മാഡം ആദ്യമായിട്ട് പ്രൈസ് വാങ്ങിയ ദിവസം ഇന്ന്. പിന്നെ അഹങ്കരിച്ചാലെന്താ? രാജു അഹങ്കരിച്ചു, ഞാൻ അഹങ്കരിക്കുന്നൊന്നുമില്ല. എനിക്കിന്നേ ക്ഷേത്രത്തിൽ പോണം, ദൈവത്തിനോട് നന്ദി പറയണം. ആ, അത് വളരെ നല്ലതാ. ദൈവഭക്തി ഉള്ളത് വളരെ നല്ലതാ. വാ. താങ്ക് യു സർ. ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഏയ്, അതിലൊക്കെ എന്തിരിക്കുന്നു? ആ, ഋതികയോ? മിടുക്കി. പ്രസംഗം ഉഗ്രനായിരുന്നു കേട്ടോ. അത്രയ്ക്ക് സ്നേഹമുള്ള മക്കൾക്ക് അച്ഛനെ കുറിച്ച് ഇത്രയും ഭംഗിയായി വർണ്ണിക്കാനാകും. അച്ഛനെ കുറിച്ച് പ്രസംഗിച്ച് അച്ഛന്റെ കയ്യിൽ നിന്ന് പ്രൈസ് വാങ്ങുന്നത് എന്തു പുണ്യമാണെന്നറിയോ? വർമ്മ സാറേ, ഇതുപോലെ ടാലന്റും അച്ഛനോട് സ്നേഹമുള്ള ഒരു മോള് ലഭിച്ച താങ്കള് ശരിക്കും ഭാഗ്യവാനാണ്. സർ, ഋതിക മാഡം ഞാനും വന്ന കാറ് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി. സാർ എന്തായാലും വീട്ടിലേക്കല്ലേ? സാർ ഓക്കെ ആണെങ്കിൽ ഞങ്ങളും സാറിന്റെ ഒപ്പം വരാം. എന്താ ഇത്? ഇത്രയും സന്തോഷമുള്ള ദിവസമായിട്ട് അല്ലെങ്കിൽ 2 കാറിൽ പോവേണ്ട ആവശ്യം എന്തിരിക്കുന്നു? സർ, അപ്പോ ഞങ്ങള് ശരി. മാഡം വന്നേ, വാ. ശരി. ശരി സർ. മാഡം കേറ്. മാഡം കേറ്. മാഡം നിങ്ങൾ ആ വണ്ടി വാ.
ശേഖര, നീ എന്തോ കാര്യമായ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഞാൻ എന്താ ആലോചിക്കാനാ ചേച്ചി? അല്ല ശേഖര, സപ്ലിമെന്ററി എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയവള് ഇതുവരെ തിരികെ വന്നില്ലല്ലോ. ഞാൻ വിളിക്കട്ടെ. ആ ആ പ്രതാപൻ എത്തിയല്ലോ. താങ്ക് യു രാജു. മാഡം പ്രതാപ, ചെറിയമ്മ അപ്പോ ഇവിടെ? അവരകത്തോണ്ട് മോളെ. അല്ല, ഇത് ഏതാ ട്രോഫി? കോളേജിലെ പ്രസംഗ മത്സരത്തിന് സമ്മാനം കിട്ടിയതാ. അച്ഛനായിരുന്നു ചീഫ് ഗസ്റ്റ്. ഏട്ടൻ്റെ കയ്യിൽ നിന്നാണോ മോക്ക് സമ്മാനം കിട്ടിയത്? അതെ സർ, ഋതിക മാഡത്തിനായിരുന്നു ഫസ്റ്റ് പ്രൈസ്. കൺഗ്രാറ്റ്സ് മോളെ, കാലക്കി. ആ ട്രോഫി തന്നെ ശരിക്കും നോക്കട്ടെ.